ഹലോ എവറി വൺ, വെൽക്കം ടു ബൈഫിദ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ദീദിയും കൂടെ പുറത്ത് പോകുന്നതാണ്. എൻ്റെ ദീദി ഞാനും കോഴിക്കോട് പുറത്ത് പോകുന്നത് വളരെ കുറവാണ്. കാരണം അവൾ തൃശ്ശൂരാണ്. അവിടെ അവൾ റേഡിയോ ഡയഗ്നോസിസ് PG ചെയ്യാണ്. ഞാൻ ആലപ്പുഴയിലുമാണ്. നിങ്ങൾക്ക് അറിയില്ല, MBBS പഠിക്കണം. അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്ലാൻ ആയിട്ടൊന്നുമല്ല കേട്ടോ വന്നത്. ഞങ്ങൾ ജസ്റ്റ് ലേഡി ലോഫലയിൽ പോകാന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ആലോചിച്ച് ലേഡി ലോഫലയിൽ എത്തിയതാണ്. അങ്ങനെ ലേഡി ലോഫലയിൽ എത്തിയപ്പോഴേക്കും ഇവിടുത്തെ ആ ഒരു പുറത്തുള്ള വൈബ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. പുറത്തുള്ള വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുറത്തിങ്ങനെ ഇഷ്ടപ്പെട്ട് വന്നപ്പോഴാണ് ഉള്ളിലേക്ക് വന്നപ്പോൾ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആദ്യം ഈ ഊഞ്ഞാലമ്മലാണ് കേട്ടോ ഇരുന്നത്. അവിടെ ഇരുന്നിട്ട് ഒരിക്കലും ഒരു മനുഷ്യനും കഴിക്കാൻ പറ്റില്ല. അവിടെ എന്തിനാണ് ആ സീറ്റ് വെച്ച് എനിക്കിപ്പോഴും മനസ്സിലില്ല. പക്ഷേ ഞങ്ങൾ കഴിച്ച് തുടങ്ങിയതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ എന്നോട് മറന്നു പോകും വീഡിയോ എടുക്കാനും. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇവിടുത്തെ സാധനങ്ങളൊന്നും അല്ല, ഇവിടുത്തെ എന്താണ് വെയിറ്റേഴ്സും എല്ലാവരും ഒരു ഫ്രഞ്ച് വൈബിലാണ്. അവിടെ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രാൻസിലൊക്കെ പോയ ഫീലിംഗ് ഉണ്ടാവും. ഫ്രാൻസിലെ ഒരു കഫേയിലൊക്കെ പോയ. അപ്പോൾ ഞങ്ങൾ വാങ്ങിയത് ഒരു ക്രൊസാനും പിന്നെ വിങ്സോ അങ്ങനെ എന്തോ, ബാർബിക്യൂ വിങ്സോ അങ്ങനെ എന്തോ സംഭവമായിരുന്നു വാങ്ങിയത്. അപ്പം അത് രണ്ടും ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾ ലേഡി ലോഫലിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഇരുന്നു. പുറത്തിറങ്ങി ഞങ്ങൾ എന്താക്കി, അവിടെയും പുറത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പുറത്ത് വെച്ച് ഊഞ്ഞാലൊക്കെ ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഉള്ളിൽ വെച്ച് ഊഞ്ഞാൽ വെച്ച് ആരാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞങ്ങൾ ലേഡി ലോഫലിൽ നിന്ന് ഇറങ്ങി നേരെ ഇറ്റ്മോസ്ഫിയറിലോട്ടാണ് പോയത്. ഇറ്റ്മോസ്ഫിയറിൽ ഒരിക്കലും ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല പോകുന്നത്. ഞാൻ എപ്പോഴും അവിടെ മുകളിൽ നല്ലൊരു സീറ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. പക്ഷേ എത്ര ഞാൻ കഷ്ടപ്പെട്ട് മുകളിൽ എത്ര നേരത്തെ പോയാലും അവിടെ മുകളിൽ സീറ്റ് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് കിട്ടൂല. കാരണം അങ്ങനത്തെ തിരക്കാണ് അവിടെ ഈ ഒരു സമയത്ത് ഉണ്ടാവുക. എല്ലാവരും അങ്ങോട്ടൊരുമാതിരി സ്റ്റേജിലൊക്കെ ആളുകൾ എന്തോ ഷോ നടത്തണം, സൂര്യനെ നോക്കിയിരിക്കും. സൂര്യന് നാണം വരുന്നൊക്കെ വിചാരിച്ചു പോകും നമ്മൾ. അപ്പം അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടൊരു സീറ്റിൽ ഇരുന്നിട്ടോ. അങ്ങനെ അവസാനം എന്ത് വന്നാലും എവിടെ ഇരുന്നാലും മുകളിലിരുന്ന ആ ഒരു കാറ്റ് നമുക്ക് നന്നായി കിട്ടും. അപ്പം ആ ഒരു കാറ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്കൊന്നും കഴിക്കാനൊന്നും വേണ്ടെന്ന് ഫീൽ ചെയ്യും. പക്ഷെ ഒരു സ്ഥലത്ത് പോയതല്ലേ, എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും വാങ്ങും. ഇവിടെ വന്നാൽ കുറേ ടൈപ്പ് ആൾക്കാരെ കാണാം കേട്ടോ. ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾക്കാരെ കാണാം. പിന്നെ വ്ളോഗിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇടം പറ്റാൻ വേണ്ടിയിട്ട് വീഡിയോ എടുപ്പിച്ച് കാൻഡിഡ് അഭിനയിക്കുന്ന ഒരാളെ കാണാം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ, ഓരോ വർക്ക് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരെ കാണാം. പിന്നെ ബാക്കിൽ കുറേ ഫ്രണ്ട്സൊക്കെയാണ് വന്നേക്കണത്. പിന്നെ വേറെ ടൈപ്പ് ആൾക്കാരുണ്ട്. സൂര്യൻ എന്തേക്കും വെസ്റ്റിൽ ഉദിക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതപ്പോൾ കണ്ടില്ലേ, സൂര്യൻ വെസ്റ്റിലല്ല ഗൈസ്, ഈസ്റ്റിലാണ് ഉദിക്കുക. നിങ്ങളത് കേട്ടനിരുന്നു. അടുത്തതായി നമ്മൾ എന്ത് വാങ്ങിച്ചു എന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം വാങ്ങിച്ചത് ഈ സാധനമാണ്. ഈ സാധനം ഇവിടുത്തെ നല്ലതാണോ ചീത്താണോ ഒന്നും അറിയാണ്ടാണ് വാങ്ങിച്ചത്. മെനുവിൽ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി, അപ്പം വാങ്ങി. സംഭവം എന്ന് വെച്ചാൽ കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിൽ കുറച്ച് ചിക്കൻ എവിടെയൊക്കെയോ ചെതറിക്കിടക്കുന്ന ഒരു സാധനമാണ്. പുറത്ത് എന്താണ് ഇട്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല. കോൺഫ്ലേക്സോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്. പിന്നെ ഒരു സോസും ഉണ്ട് മുകളിൽ. ടേസ്റ്റ് ഉണ്ടോ സാധനം എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാപ്പച്ചിനോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായി. അവിടുത്തെ സെക്കൻഡ് പൊസിഷനാണ് ഇതിനുള്ളത്. ഫസ്റ്റ് പൊസിഷൻ ആർക്കാന്ന് ഞാൻ അവസാനമേ പറയും. ഇത് ഞങ്ങൾ കഴിച്ച് തീർത്തു, കാരണം നിവൃത്തിയില്ലല്ലോ. പിന്നെ ഞങ്ങളൊരു സ്റ്റേക്ക് വാങ്ങിയിട്ടുണ്ടായി, ചിക്കൻ സ്റ്റേക്ക്. ഞാൻ പല സ്ഥലത്തുനിന്ന് സ്റ്റേക്ക് കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഈ സ്റ്റേക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. നിങ്ങൾ അറ്റ്മോസ്ഫിയറിൽ വന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങൾ കഴിക്കണം എന്ന് പറയുന്നില്ല. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ് പോലെയാണ് കേട്ടോ. എനിക്കിത് അത്ര ഇഷ്ടമായിട്ടില്ല. ബാക്കിയുള്ള ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ദീദി ഇത് അത്യാവശ്യം കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കിങ്ങിലേക്കാണ് വരുന്നത്. ഐസ് കോഫി, ഇത് സീനായിരുന്നു. എനിക്ക് അവിടുത്തെ കാറ്റിനേക്കാളും ഇതാണ് ഇഷ്ടപ്പെട്ടത്. എനിക്കത് കുടിച്ച് തീർന്നപ്പോഴേക്കും തീർന്നു പോയല്ലോ എന്നായിപ്പോയി ഞാൻ. അതും കുടിച്ച് പിന്നെ കുറച്ച് നമ്മൾ കാറ്റും കൊണ്ടിരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ എണീറ്റ് പോയി. അതോടെ വ്ളോഗ് ആണ് ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.